രാവിലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. മനസ്സിനെ വളരെയേറെ വിഷമിപ്പിച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്. സ്വന്തം അമ്മയെ മകൻ നടു റോഡിൽ വെച്ചിട്ട് മർദ്ദിക്കുന്ന വീഡിയോ. ആ മകൻ മർദ്ദിക്കുന്നതിലും കൂടുതൽ വിഷമം തോന്നിയത് ആ നാട്ടുകാരെ കുറിച്ചോർത്താണ്. നട്ടലില്ലാത്ത, ഒരു ലേശമെങ്കിലും ഒരു മനസാക്ഷിയില്ലാത്ത ആ നാട്ടുകാരെ കുറിച്ച്. ആ നാട് നമ്മളെ കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി എന്ന നാട്ടിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ നാട്ടുകാരെ കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം അത് ഇത്രയും ആൾക്കാർ അവിടെ നോക്കി നിന്നിട്ടും ഒന്ന് തടയാനോ അല്ലെങ്കിൽ അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിനെ വല്ലാതെ ഒരു വിഷമതയിലേക്ക് എത്തിച്ചത്. അവസാനം ആ റോഡിൽ കൂടി കാറിൽ എവിടുന്നോ വന്ന് എവിടത്തേക്കോ പോകുന്ന ഒരു സഹോദരിക്ക് അവിടെ വാഹനം നിർത്തി വിഷമം കണ്ടിട്ട് പോലീസിലേക്ക് ഇൻഫോം ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ ഇൻഫോം ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ അവർ വീഡിയോ എടുത്തതും കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്ക്. വീഡിയോ എടുക്കൂ. ഇവിടെ കായലും പുതുപ്പള്ളി കുട്ടനാട് പാലം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരു റോഡിലൊരു ഒരാളാണെങ്കിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ അടിക്കും, ഒരുപാട് മർദ്ദിക്കും. ഞങ്ങൾ ഇവിടെ പാസ് ചെയ്തപ്പോൾ കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അവർക്ക് അരച്ചില്ല. സാറെ കായംകുളത്ത് പുതുപ്പള്ളി എന്ന് പറയുന്നത് കൂട്ടംവാതുക്കൽ പാലം കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ വരണം സാറേ. ഒന്ന് പെട്ടെന്ന് വിളിക്കാം. അതെ, പുതുപ്പള്ളി കൂട്ടത്തുംവാദം എന്ന് പറഞ്ഞൊരു പാലം പുതുതായിട്ട് നിർമ്മിച്ച് ആ പാലം കൂടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരണം. ഒരു കടയുടെ ഫ്രണ്ടിലിട്ടാണ്. അല്ല സാറേ, ഞങ്ങൾ പാസ് ചെയ്തിട്ടൊക്കെ കണ്ടിട്ട് വിളിക്കുകയാണ്. അത് ഒരുപാട് മർദ്ദിക്കുന്നത് ഇവിടെയുള്ളവരെല്ലാം നോക്കിയിട്ട് നിൽക്കുകയാണ്. കായംകുളം പോലീസ് സ്റ്റേഷനാണ് സാറേ. ഒരുപാട് അടിക്കുന്നു സാറേ. ലിറ്റർ എടുത്തുകൊണ്ടിരിക്കുക. അടിക്കല്ലേ എന്ന അമ്മ കരഞ്ഞ് അപേക്ഷിക്കുന്നതും അതുപോലെ അതിലേ പോകുന്നവരെ ദയനീയമായ സ്ഥിതിയിൽ നോക്കിയിട്ട് എന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയും ഒരു വല്ലാത്തൊരു വിഷമം സൃഷ്ടിക്കുന്നു. കാരണം അവിടുത്തെയുള്ള ജനങ്ങൾ ഒരു വല്ലാത്തൊരു നാട്ടുകാരായിപ്പോയി. സ്വബോധമുള്ള ഒരു മനുഷ്യനും ഇതുപോലെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെയോ ആരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പോൾ 100% മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മളെ നാട്ടിൽ പെട്ടിക്കടകൾ തോറും ഇപ്പോൾ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും സുലഭമായി കിട്ടാൻ തുടങ്ങിയതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള അക്രമങ്ങൾ ദിനം പ്രതി അരങ്ങേറുന്നത്. ഇതിൻ്റെ ഉത്തരവാദികൾ നമ്മളുടെ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മളെ നിയമപാലകരുമാണ്. നമ്മളെ കേരളത്തിൽ മദ്യം ഇത്രയധികം കിട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. കാരണം എല്ലായിടത്തും സുലഭമായിട്ട് മയക്കുമരുന്നും മദ്യവുമാണ്. അത് തന്നെ പിടിക്കപ്പെടുന്നില്ല. പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ നിമിഷങ്ങൾക്കകം പ്രതികൾ ഭരണകക്ഷി നേതാക്കളുടെ സപ്പോർട്ടോടുകൂടി അവർ പുറത്തിറങ്ങുന്നു, വീണ്ടും ഇതുപോലെ ബിസിനസ് ചെയ്യുന്നു. ഇത് തഴച്ചു വളരുന്നു. ഇതിൻ്റെ ഈ മദ്യ ലോബി തന്നെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖ നേതാവിൻ്റെ മകനാണ് ഈ കേരളത്തിലെ മദ്യവും അതേപോലെ MDMA എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെയും തലപ്പത്തും അത് നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ശക്തിയോട് കൂടിയിട്ട് ഈ മയക്കുമരുന്ന് ലോബി കേരളത്തിൽ തളർച്ചു വളർന്നതും അതുപോലെ തന്നെ ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുന്നതും. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് ഒരു അമ്മയെ 3 പോലീസുകാർ ചേർന്ന് പീഡിപ്പിച്ചതും അതുപോലെ അവരെ കയ്യിലുണ്ടായിരുന്ന പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ചതും. അങ്ങനെ അവസാനം അവർ നിലവിളിച്ച് പിന്നെ ആളെ കൂട്ടി അങ്ങനെ നാട്ടുകാരൊക്കെ വന്ന് പോലീസിലേക്ക് ഇൻഫോം ചെയ്ത് പോലീസുകാർ വന്നപ്പോഴാണ് അറിയുന്നത് ഇവർ അവധിയിലുണ്ടായിരുന്ന പോലീസുകാരാണ്, അവധി ആഘോഷിച്ചതാണ്. അങ്ങനെ ലഹരി മൂത്തിട്ട് അങ്ങനെയാണ് ഈ അമ്മയെ കയറി പിടിച്ച് റൂമിലിട്ട് പൂട്ടിയതും അങ്ങനെ അവരെ ബലാത്സംഗം ചെയ്തും. 65 വയസ്സായ ഒരു അമ്മയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 2 ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കഞ്ചാവ് വലിക്കുന്നത് ചോദ്യം ചെയ്ത ഒരു യുവാവിനെ അവിടുത്തെ വെച്ച് തന്നെ കുത്തിക്കൊന്നത്. പിന്നെ അതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു +1 വിദ്യാർത്ഥികൾ ചേർന്നിട്ട് ഒരു +2 വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നത്. അതും ഇതേ മദ്യലഹരിയിലും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ലഹരിയിലൊക്കെ ആയിരുന്നു.
നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന സാധനമാണ് ഇപ്പോൾ മയക്കുമരുന്ന്. മുക്കിലും മൂലയിലും വരെ ഇത് അധികരിച്ചു കഴിഞ്ഞു. എന്നിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല, തുറക്കാൻ അനുവദിക്കുന്നില്ല ഈ മദ്യമാഫിയകളും ഈ മയക്കുമരുന്ന് ലോബികളും. കാരണം അതുതന്നെ നമുക്കും കിട്ടണം പണം എന്ന രീതിയിലേക്ക് നമ്മളുടെ നിയമവ്യവസ്ഥ മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ വരും തലമുറക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്നത് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായ ഒരു കേരളമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം.